ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നൊരു കുടംപുളി ഇട്ട് വെച്ച പാക്കുറിച്ചിൽ അഥവാ പാമുള്ളൻ എന്നൊക്കെ പറയുന്ന ഒരു മീൻ കറിയാണ്. അപ്പോൾ അതിലേക്ക് ആദ്യം നല്ലോണം കഴുകി വെച്ചിരിക്കുന്ന മീൻ എടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് ആവശ്യമായ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കാം നല്ലോണം. അത് നല്ലോണം പേസ്റ്റ് പോലെ ചതച്ചെടുക്കണ്ട, അത് വെറുതെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അതിനുശേഷം സ്റ്റൗ കത്തിച്ച് ഒരു ചട്ടി അതിലേക്ക് വെക്കുക. ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം അതിലേക്ക് ഉലുവ ചേർക്കാം. ഉലുവ ചേർത്ത് അത് നല്ലോണം പൊട്ടിക്കഴിയുമ്പോൾ ഇത് നല്ലോണം പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച പച്ചമുളക്, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അത് നമുക്ക് നല്ലോണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഉള്ളിയും പച്ചമുളകൊക്കെ പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ അതൊരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലോണം ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. പിന്നെ നമുക്കതിൻ്റെ അകത്തേക്ക് ആവശ്യമായ പൗഡറൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ആദ്യം മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. പിന്നെ മുളക് പൊടി ഒരു 3 ടീസ്പൂൺ. ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഈ മല്ലിപ്പൊടി മുളക് പൊടി ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. പൊടി നല്ലോണം വഴണ്ട് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് ആദ്യം നല്ലോണം പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തതിന് ശേഷം മാത്രം ബാക്കി വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്തത് നല്ലോണം പേസ്റ്റ് പരുവായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ബാലൻസ് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ആവശ്യത്തിന് ചേർത്തതിന് ശേഷം നമുക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം പിന്നെ നമുക്ക് കുടംപുളി അത് നമ്മുടെ പുളിയുടെ അനുസരിച്ച് 1 or 2 ചുളപ്പുളി ഇട്ട് കൊടുക്കാവുന്നതാണ്. പുളി ഇട്ട് കഴിഞ്ഞ് നല്ലോണം ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് അതിലേക്ക് ആ മീൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മീൻ ഓരോന്ന് വെച്ചാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. മീൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം മീൻ ഉടയാതെ തന്നെ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. മീനിട്ട് കറി നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് എണ്ണ തെളിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ച് വേപ്പില കൂടെ ഇട്ടിട്ട് നമുക്ക് കറിയെടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.